ചോറിൻ്റെ കൂടെ ഒരു ചമ്മന്തി ഇല്ലാതെ എങ്ങനെയാലേ? എന്നാൽ പിന്നെ നമുക്കൊരു ചെമ്മീൻ ചമ്മന്തി തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. അങ്ങനെ വേപ്പില ഒരു 2 തണ്ട് ചെറിയ വേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി ഒരു 8 ഉള്ളി, ഒരു പുളിമാങ്ങ, 6 പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കൊരു സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെമ്മീൻ നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്കൊരു ചെറിയ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഈ പച്ചമുളകെല്ലാം ചെറുതായി ഒന്ന് ആദ്യം തന്നെ അരിഞ്ഞിടുകയാണ്. ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക. അതിനുശേഷം ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്നരിഞ്ഞ് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പുളിമാങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് പുളി കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി ഇടാം. അപ്പം ഞാനിവിടെ ഒരു പുളിമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 8 ഉള്ളി ഇട്ട് കൊടുത്തു. ഇത്രയും ഇട്ട് നമുക്ക് നല്ലൊരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നമ്മളൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു. ഒരുപാട് അരിഞ്ഞു പോവാതെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു. അതിനുശേഷം ഒരു പിടി നാളികേരം ചിരകിയത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. ഒരുപാട് അരിഞ്ഞു പോവാതെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക വേണ്ടു. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചെമ്മീനാണിത്. ചെമ്മീനും പിന്നെ കുറച്ച് വേപ്പിലയും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുക. ഒരുപാട് അരിഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാനേ പാടുള്ളൂ. തെരി പോലെ ഇരിക്കണ ഒരു പരുവാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ്. ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ചമ്മന്തി മാത്രം കൂട്ടി നല്ല പോലെ ചോറിനാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.